നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച് തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ജലസംരക്ഷണ മാതൃക പാലക്കാട് ജില്ലയിൽ വ്യാപിപ്പിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് കുട്ടനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജലസംരക്ഷണ മേഖലയിൽ തൃത്താല മണ്ഡലം കൈവരിച്ച നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ജില്ലയിൽ വ്യാപിപ്പിക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ ജില്ലാതല പ്രഖ്യാപനം ജൂൺ 5 പാലക്കാട് നടക്കും. ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷും വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പങ്കെടുക്കും. സുസ്ഥിര തൃത്താല മാതൃകയിൽ ജലസംരക്ഷണ പദ്ധതി സംസ്ഥാനാടിസ്ഥാനത്തിൽ വ്യാപിപ്പിക്കുന്നത് ആലോചനയിലാണെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ വിജയം സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ വിവിധ വകുപ്പ് അധികൃതർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും അവബോധം നൽകുന്ന പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കില ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദേശീയ തലത്തിലും പദ്ധതിയെപ്പറ്റി വിശദീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 4 വർഷം ചിട്ടയായ രീതിയിലാണ് സുസ്ഥിര തൃത്താല പദ്ധതി നടപ്പിലാക്കിയത്. ഇതിലൂടെ മികച്ച നേട്ടങ്ങളാണ് പദ്ധതി കൈവരിച്ചിരിക്കുന്നത്. ഭൂജല വകുപ്പ് മണ്ഡലത്തിലെ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഫീൽഡ് പഠനം നടത്തി കൃത്രിമ ഭൂജല സംപോഷണം സാധ്യമായ 50 പൊതുസ്ഥാപനങ്ങളിൽ അവ നടപ്പിലാക്കി. പ്രദേശത്തെ ഭൂഗർഭജല വിതാനം ഉയർത്തുന്നതിൽ ഈ പ്രവർത്തനം വലിയ പങ്കാണ് വഹിക്കുന്നത്. 2020 ജനുവരിയിൽ 11 മീറ്റർ ആഴത്തിൽ ജലം ലഭ്യമായിരുന്ന നിരീക്ഷണ കിണറിൽ 2025 ജനുവരിയിൽ 10.18 മീറ്റർ ആഴത്തിൽ നിന്ന് ജലം ലഭിക്കുന്നുവെന്നത് പദ്ധതിയുടെ വിജയമാണ്. 8 ഗ്രാമപഞ്ചായത്തുകളിൽ 107 കാർഷിക കുളങ്ങൾ പുതിയതായി നിർമ്മിച്ച് 2,13,600 ലിറ്റർ മഴവെള്ളം അധികമായി ഭൂമിയിൽ ആഴ്ന്നിറക്കാൻ അവസരമൊരുക്കി. മണ്ഡലത്തിലെ 64 പൊതുകുളങ്ങൾ നവീകരിച്ച് 2,68,93,000 ലിറ്റർ ജലസംഭരണശേഷി ഉറപ്പാക്കുന്നതിനും 139 നീർച്ചാലുകൾ നവീകരിച്ച് 117.05 കിലോമീറ്റർ ദൂരം നീരൊഴുക്ക് സുഗമമാക്കാനും സാധിച്ചു. 436 പുതിയ കിണറുകൾ നിർമ്മിച്ചു നൽകി. 600 വീടുകളിൽ കിണർ ചാർജിംഗ് പൂർത്തിയാക്കി. 1,80,000 ലിറ്റർ മഴവെള്ളം സംഭരിക്കുന്നതിന് സൗകര്യമൊരുക്കി. കിണർ റീചാർജിംഗ് സാധ്യമായ 81 അങ്കണവാടികളിൽ 39 എണ്ണം പൂർത്തിയാക്കി. മറ്റുള്ളവ പൂർത്തിയായി വരുന്നു. ഇതിലൂടെ 1,77,000 ലിറ്റർ മഴവെള്ളം അധികം സംഭരിക്കാനായി. ഇങ്ങനെ മണ്ഡലത്തിന്റെ 17 മേഖലകളിൽ നേട്ടം കൈവരിക്കാൻ സുസ്ഥിര തൃത്താല പദ്ധതി മുഖേന സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഈ വർഷം പരാതികൾ ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ പറയാം. വെള്ളത്തിൻ്റെ വളരെ ഉയർന്ന പ്രദേശത്തൊക്കെ അപൂർവം കാണുന്നല്ലാതെ ഇത്തവണ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിട്ട് ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കേണ്ടി വന്നിട്ടില്ലാത്ത വർഷമാണ്. അതിന് കാരണം കിണറുകൾ വറ്റിയില്ല എന്നുള്ളതാണ്. അതാണ് സുസ്ഥിര തൃത്താല നമ്മുടെ കണക്കിന് പുറമെ യഥാർത്ഥത്തിൽ ഉള്ള അനുഭവം അതാണ്. അടുത്ത വേനൽക്കാലമാകുമ്പോഴേക്കും വലിയ മാറ്റം നമുക്കുണ്ടാക്കാൻ പറ്റും. കളിയും ചിരിയും പഠനവുമായി വീണ്ടും ഒരു അധ്യയന വർഷം തുടങ്ങി. പ്രവേശനോത്സവത്തോടെയായിരുന്നു സ്കൂളുകളിലേക്ക് കുട്ടികളെ വരവേറ്റത്. പട്ടാമ്പി ഉപജില്ലാതല പ്രവേശനോത്സവം കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. 2 മാസത്തെ മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. പ്രവേശനോത്സവത്തോടെയായിരുന്നു എങ്ങും വിദ്യാർത്ഥികളെ വരവേറ്റത്. പുത്തനുടുപ്പിട്ടും ബാഗും കുടകളും പുസ്തകങ്ങളുമായി കുട്ടികൾ കൗതുകത്തോടു കൂടിയായിരുന്നു വിദ്യാലയങ്ങളിലേക്ക് എത്തിയത്. അധ്യാപകരും PTA ഭാരവാഹികളുമെല്ലാം ആഘോഷപൂർവ്വമായിരുന്നു വിദ്യാർത്ഥികളെ വരവേറ്റത്. പട്ടാമ്പി ഉപജില്ലാതല പ്രവേശനോത്സവം കീഴായൂർ ഗവൺമെന്റ് UP സ്കൂൾ വെച്ചായിരുന്നു നടത്തിയത്. വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടു കൂടിയായിരുന്നു കുട്ടികളെ സ്കൂളിലേക്ക് വരവേറ്റത്. ഉത്സവഛായ പകർന്നു നൽകുന്നതായിരുന്നു പ്രവേശനോത്സവത്തെ കാഴ്ചകൾ. തുടർന്ന് സബ് ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. കുട്ടികളുടെ സ്വപ്നങ്ങളെയും കഴിവുകളെയും പരിഷ്കരിക്കാൻ കഴിയുന്ന വിധത്തിൽ വിദ്യാലയങ്ങൾ മാറണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഹമ്മദ് മോസിൻ MLA സൂചിപ്പിച്ചു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരിക്കുന്നതിനേക്കാളും സന്തോഷം സ്കൂളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. സ്കൂളിലും എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ണുകളിൽ തിളക്കവുമായി സ്കൂളിന്റെ പടി കയറി വരുന്ന കുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾ ഏറ്റെടുക്കാനും അതിനെ വലിയ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്ത് അവർക്ക് പകരാനും കഴിയുന്ന രീതിയിൽ വിദ്യാലയങ്ങൾ മാറണം. വിദ്യാർത്ഥികൾക്ക്
വലിയ പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, കഴിവുകൾ അതിനെല്ലാം തന്നെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് നമ്മുടെ വിദ്യാലയങ്ങൾ മാറേണ്ടത്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ ടി.പി. ഷാജി, എൻ. രാജൻ, പി. ആനന്ദവല്ലി, സജന ഫൈസൽ, സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൽ നാസർ, MPTA പ്രസിഡന്റ് ഷെമീന, പ്രധാനാധ്യാപിക പി. ശ്രീലത, മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. USS സംസ്കൃതം സ്കോളർഷിപ്പ് വിതരണം AU ബാബുരാജ് നിർവഹിച്ചു. PP. മനോജ് സമഗ്ര ശിക്ഷ ഗുണമേന്മ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ചെയർമാൻ N. മുരളീധരൻ വാട്ടർ പ്യൂരിഫയർ സമർപ്പണം നിർവഹിച്ചു. സൗണ്ട് സിസ്റ്റവും കൈമാറി. ഡോക്ടർ ഷാഹിദ് അലി, മജീഷ്യൻ സുരേഷ് പട്ടാമി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. സർവീസിൽ നിന്നും വിരമിച്ച തൃത്താല ബ്ലോക്ക് ഭവന നിർമ്മാണ സഹകരണ സംഘം സെക്രട്ടറി VP രാജന് യാത്രയയപ്പ് നൽകി. ആലൂരിൽ നടന്ന യാത്രയയപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. MK പ്രദീപ് അധ്യക്ഷനായി. MLA-മാരായ P. മമ്മിക്കുട്ടി, PP. സുമോദ് എന്നിവർ മുഖ്യാതിഥികളായി. VP രാജന് സംഘം ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഉപഹാരം മന്ത്രി MB രാജേഷ് സമ്മാനിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ, മുൻ MLA VK ചന്ദ്രൻ, മുൻ ജില്ലാ ബാങ്ക് വൈസ് പ്രസിഡന്റ് PN മോഹനൻ, VP ഐദ്രു, PM ആര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലാവിൽ നിന്ന് ചക്ക പറിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് ഗൃഹനാഥൻ മരിച്ചു. തളി പേങ്ങാട്ടിപ്പടി ശങ്കരൻ മകൻ ശശിയാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. രതി ഭാര്യയും ശരണ്യ മകളുമാണ്. ചാലിശ്ശേരി പഞ്ചായത്ത് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിക്കും. ഇതോടൊപ്പം നേതാക്കളെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 3 രാവിലെ 10 മണിക്ക് ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ KMCC UAE നാഷണൽ ജനറൽ സെക്രട്ടറി PK അൻവർ നഹ ഉദ്ഘാടനം നിർവഹിക്കും. KMCC ദുബായ് പ്രവർത്തക സമിതി അംഗം ഫൈസൽ തുറക്കൽ മുഖ്യാതിഥിയാകും. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ മുഖ്യപ്രഭാഷണം നടത്തും. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് SMK തങ്ങൾ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, മുൻ പ്രസിഡന്റുമാരായ സുനിൽകുമാർ, ഫൈസൽ മാസ്റ്റർ, കപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആമിനക്കുട്ടി, ചാലിശ്ശേരി പഞ്ചായത്ത് അംഗം VA ശിവാസ്, ഹൈറുനിസ മുസ്തഫ, MV സലീം, KVK മൊയ്തു, യൂസഫ് പണിക്കവീട്ടിൽ, സിദ്ദിഖ് കവുങ്ങാട്ടിൽ, PS അബ്ദുറഹ്മാൻ, KT സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വനിതാ ലീഗ് പഞ്ചായത്ത് ഉപാധ്യക്ഷയുമായ TM സാഹിറ ഖാദർ, സെക്രട്ടറി KP രേഷ്മ, അബ്ദുൾ ലത്തീഫ്, മറ്റു ഭാരവാഹികളായ MP റഹ്മത്തുനിസ, MA ഷമീറ ലത്തീഫ്, TA മുനീറ ഇമ്പിച്ചി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി മണ്ഡലത്തിൽ നടത്തിവരുന്ന MLA എക്സലൻസ് അവാർഡ് വിതരണം ഈ മാസം 14-ന് ആമയൂർ OPH കൺവെൻഷൻ സെന്ററിൽ നടത്തുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ജൂൺ 14-ന് ആമയൂർ OPH കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് MLA എക്സലൻസ് അവാർഡ് വിതരണവും ശ്രദ്ധ പദ്ധതിയുടെ ഭാഗമായുള്ള എജുഫെസ്റ്റും സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ നടത്തിപ്പിനായി സ്വാസംഘം രൂപീകരിച്ചു. പട്ടാമ്പി മണ്ഡലത്തിലെ SLC, +2 ഉന്നത വിജയികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമാണ് ആദരം നൽകുന്നത്. ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണെന്നും മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിൽ എല്ലാ വർഷം നടക്കുന്ന MLA എക്സലൻസ് അവാർഡ് ഈ വർഷവും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ആ ശ്രദ്ധയുടെ ഒരു എജുഫെസ്റ്റ് കൂടി അതിനോട് ചേർന്ന് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാസം ജൂൺ 14-ാം തീയതി രാവിലെ 9 മണിക്കാണ് അതിന്റെ പരിപാടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജൂൺ 14-ാം തീയതി രാവിലെ 9 മണിക്ക് OPH കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ്, നമ്മുടെ ആമയൂർ OPH കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പട്ടാമ്പി മണ്ഡലത്തിൽ ഉന്നത വിജയം നേടിയ ആളുകൾ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് റാങ്കുകളെല്ലാം നേടിയിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ സ്പോർട്സ് അടക്കമുള്ള മേഖലകളിൽ സംസ്ഥാന അതുപോലെ തന്നെ നാഷണൽ ലെവലിലൊക്കെ തന്നെ അംഗീകാരം നേടിയ ആളുകൾ, മറ്റു വ്യത്യസ്ത മേഖലകളിൽ അംഗീകാരം നേടിയ ആളുകൾ, അവരെയൊക്കെ ആദരിക്കുന്ന ചടങ്ങാണ്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, മുജീബ് കരുവാങ്കുഴി, P. വിജയകുമാർ, KP ആഷിഫ്, K. അജയൻ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ദേശസഞ്ചാരത്തിനിടയിൽ ഭാരതപ്പുഴയിലെത്താറുള്ള മസ്കോവി താറാവ് ദേശാടനക്കിളി വഴിമാറി ചാലിശ്ശേരിയിലെത്തി. ചാലിശ്ശേരി മൈലാടിക്കുന്നിലെ ചെറുവത്തൂർ സജിയുടെ വീട്ടുമുറ്റത്ത് രാവിലെയാണ് അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷിയെ കാണാനിടയായത്. വേനൽക്കാലത്ത് അന്യദേശങ്ങളിൽ നിന്ന് നിരവധി ദേശാടന പക്ഷികൾ കൂട്ടമായി ഭാരതപ്പുഴയിലെത്താറുണ്ടെന്നും കാലവർഷം ശക്തിപ്പെട്ടതോടെ ഇത് വഴിതെറ്റിയതാവാമെന്നും പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് നന്ദിയങ്കോട് പറഞ്ഞു.
മെക്സിക്കോ, അർജന്റീന, ഉറുഗ്വ എന്നിവിടങ്ങളിലും കിഴക്കൻ യൂറോപ്പിലും കാണുന്ന കാട്ടുതാറാവുകളിൽപ്പെടുന്ന ഒരിനമാണിത്. 3 കിലോ വരെ ഭാരമുള്ള പക്ഷി ഏറെ സമയത്തിന് ശേഷമാണ് വീട്ടിൽ നിന്ന് പറന്നുപോയതെന്ന് വീട്ടുടമ സജി പറഞ്ഞു. നരിവേട്ട സിനിമയിലൂടെ തൃത്താലയുടെ അഭിമാന താരങ്ങളായി മാറി മിയ, മിഖ സഹോദരിമാർ. മുത്തങ്ങ സമരത്തീച്ചൂളയുടെ നേർക്കാഴ്ചകൾക്കാണ് മിയയും മിഖയും വെള്ളിത്തിരയിലൂടെ ജീവൻ നൽകിയത്. നരിവേട്ട സിനിമയിൽ മുഴുനീള വേഷം ചെയ്ത് കയ്യടി നേടിയിരിക്കുകയാണ് ഈ സഹോദരങ്ങൾ. മിയ കൂടല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയും മിഖ പട്ടിത്തറ GLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. നരിവേട്ട സിനിമ കണ്ട മലയാളി പ്രേക്ഷകർക്ക് മിയയെയും മിഖയെയും മറക്കാനാകില്ല. മുത്തങ്ങ സമരത്തീച്ചൂളയുടെ നേർക്കാഴ്ചകൾ ഈ സഹോദരിമാരിലൂടെ മലയാളികൾ തൊട്ടറിയുകയായിരുന്നു. പട്ടിത്തറ പൂലേരി, ചോലപ്പറമ്പിൽ മനുവിന്റെയും ജിഷയുടെയും മക്കളായ ഇവർ പഠനത്തോടൊപ്പം കലാപ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. പിതാവിന്റെ സഹോദരനായ മജ്ലീല മോഹനന്റെ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ സജീവമാണ് ഇരുവരും. മിഖയുടെ റീൽസ് കണ്ടതോടെ സിനിമയുടെ സഹസംവിധായകൻ കിരൺ മജുവുമായി ബന്ധപ്പെട്ടു. സിനിമയുടെ അണിയറ പ്രവർത്തകരെ കാണാൻ മിഖയുമായി വയനാട്ടിലെത്താൻ ആവശ്യപ്പെട്ടു. തുടർന്ന് കുട്ടിയുമായി സംസാരിക്കുകയും സിനിമയിൽ വേഷം ഉറപ്പാണെന്ന് അറിയിക്കുകയും ചെയ്തു. പിന്നീട് സംവിധായകൻ അനുരാജ് മനോഹറിനെ കാണാൻ വയനാട്ടിലെത്തുമ്പോൾ മിയയും കൂടെയുണ്ടായിരുന്നു. ഇതോടെ മിയയും സിനിമയിലെത്തി. സ്കൂളിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയാണ് 49 ദിവസത്തോളം വയനാട്ടിൽ താമസിച്ച് ചിത്രീകരണത്തിൽ പങ്കെടുത്തത്. സഹോദരൻ മിലൻ പട്ടിത്തറ GLP സ്കൂളിൽ LKGയിൽ പഠിക്കുകയാണ്. താരപ്രൗഢിയോടെയാണ് മിയയും മിഖയും ഇത്തവണ സ്കൂളിലെത്തുന്നത്. താരപ്രഭയിൽ സ്കൂളിലെത്തുന്നതിന്റെ ആവേശത്തിലാണ് തങ്ങളെന്ന് വ്യക്തമാക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റും തമ്പുരൂസ് എന്ന പേജിലൂടെ കുട്ടിത്താരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇനി സ്കൂൾ കാലം എന്ന് കുറിപ്പിനൊപ്പമാണ് അണിയനൊപ്പം സ്കൂളിലേക്ക് പുറപ്പെടാനൊരുങ്ങുന്ന ഫോട്ടോ ഇവർ പങ്കുവച്ചിരിക്കുന്നത്. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാ കായിക സാംസ്കാരിക വേദിയുടെ 12ാമത് ശിവൻ മെമ്മോറിയൽ സെവൻസ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി. ഞായറാഴ്ച നടന്ന ഫൈനൽ മത്സരത്തിൽ ഷൂട്ടൌട്ടിലൂടെ താജ് ഗ്രൂപ്പ് പന്നിത്തടം വിജയികളായി. ടൂർണമെന്റ് ഫൈനൽ ഉദ്ഘാടനവും ട്രോഫി വിതരണവും മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ സരിത വിജയൻ, ശിവാസ്, രതീഷ്, ചാലിശ്ശേരി പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, ക്ലബ്ബ് സെക്രട്ടറി വിഷ്ണു, ട്രഷറർ റാഫി തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവ് വിദ്യാ റെസിഡൻസി നൽകുന്ന വിന്നേഴ്സ് ക്യാഷ് പ്രൈസിനും പ്രവാസി കൂട്ടായ്മ പെരുമണ്ണൂർ നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും മലകാജ ആയുർവേദ ഹോസ്പിറ്റൽ നൽകുന്ന റണ്ണേഴ്സ് ക്യാഷ് പ്രൈസിനും ബാലേട്ടൻ പെരുമണ്ണൂർ നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ഒരാഴ്ച നീണ്ടുനിന്ന മത്സരത്തിൽ ടീമുകൾ ഏറ്റുമുട്ടിയത്. സെവൻസ് ഫുട്ബോളിൽ പ്രശസ്തമായ കേരളത്തിലെ പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. തളി തിച്ചൂർ ANMM UP സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹിദായത്തുള്ള ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MR രതി മോഹനൻ അധ്യക്ഷത വഹിച്ചു. 3ാം വാർഡ് മെമ്പർ ബീവ തുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾ, കരാട്ടയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ്, യെല്ലോ ബെൽറ്റ് വിതരണവും ഉണ്ടായി. സ്കൂളിലെ നവാഗതർക്ക് SBI വരവൂർ ബ്രാഞ്ച് മാനേജർ സംഗീതും സ്കൂൾ മാനേജ്മെന്റും സംയുക്തമായി ബാഗ് നൽകി. ചടങ്ങിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെ PTA പ്രതിനിധി ലിജ ആദരിച്ചു. 2ാം വാർഡ് മെമ്പർ CU അബൂബക്കർ, അധ്യാപകരായ നീലകണ്ഠൻ, അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ യജ്ഞം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണപതിയങ്കാവ് നാരായണീയ സമിതിയുടെ നേതൃത്വത്തിലാണ് മാസം തോറും നടത്തിവരുന്ന നാരായണീയ പാരായണ യജ്ഞം നടത്തിയത്. നാരായണീയ സമിതി അംഗം VP മാധവിക്കുട്ടി യജ്ഞം ഉദ്ഘാടനം ചെയ്തു. മീനാരാമൻ, K ഇന്ദിര, PT ഗീത, സതി വേണുഗോപാൽ, A സരസ്വതി തുടങ്ങിയവരും മറ്റു സമിതി അംഗങ്ങളും യജ്ഞത്തിൽ പങ്കെടുത്തു. C വേണുഗോപാൽ, P സുബ്രഹ്മണ്യൻ, N മാധവചന്ദ്രൻ, VT ഗോപാലകൃഷ്ണൻ എന്നിവർ യജ്ഞത്തിന് നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി SFI പ്രവർത്തകർ ശുചീകരിച്ചു. SFI തൃത്താല ഏരിയ തല സ്കൂൾ ശുചീകരണ പരിപാടി ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അനുജ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി ആദർശ് സ്വാഗതം പറഞ്ഞു. ചാലിശ്ശേരി ലോക്കൽ സെക്രട്ടറി മാധവ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ ആനി വിനു, പ്രധാനാധ്യാപകൻ ബാലകൃഷ്ണൻ മാസ്റ്റർ, മുൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബിൻ കെ എന്നിവർ സംസാരിച്ചു. തൃത്താല ഏരിയ, ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.